നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ മോട്ടോവേഴ്സ്. ആദ്യം റൈഡർ മീനിയ എന്നായിരുന്നു പേര്, ഇപ്പോൾ പേര് മാറ്റിയപ്പോൾ മോട്ടോവേഴ്സ് എന്നാണ് ഇപ്പോഴത്തെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മോട്ടോവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർനാഷണൽ പ്രോഗ്രാം തന്നെ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിലെ ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും ഒക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നൊരു പ്രോഗ്രാമാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഗോവയിൽ വെച്ചിട്ടാണ്. 24, 25, 26 തീയതികളിലാണ് ഗോവയിൽ ഈ പരിപാടി കോണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പരിപാടിയിലുള്ളത്, എങ്ങനെയാണ് നമ്മൾ ഈ പരിപാടിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്, എങ്ങനെയാണ് ഇവിടുന്ന് റൈഡ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. 24, 25, 26 തീയതികളിലാണ് മോട്ടോവേഴ്സ് ഗോവയിൽ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുന്ന് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മിസ്റ്റർ മാക്സ്വെൽ എന്ന് പറഞ്ഞ ആളാണ് ഈ റൈഡ് കോർഡിനേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇവിടുന്ന് മെക്കാനിക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പാട്ടുരാക്കൽ സ്റ്റോറിയിൽ നിന്നാണ്. നമ്മുടെ കുരിയച്ചിറ, ഇരിഞ്ഞാലക്കുട, മണ്ണുത്തി എല്ലായിടത്തും ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പാട്ടുരാക്കൽ സ്റ്റോറിയിൽ നിന്നാണ്. 22-ാം തീയതി കാലത്ത് 4 മണിക്കാണ് ഇവിടെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ നമ്മൾ 400 കിലോമീറ്റേഴ്സാണ് കവർ ചെയ്യുക. ഉടുപ്പിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2:30-3 ആകുമ്പോൾ അവിടെ എത്തും. അന്ന് നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം 23-ാം തീയതി മോർണിംഗ് 4 o'clock നമ്മൾ സെക്കൻഡ് ഡേ നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യും. അത് ഓൾമോസ്റ്റ് ലൈക്ക് 350 കിലോമീറ്റേഴ്സാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ഗോവയിൽ എത്തും. ഓൾമോസ്റ്റ് ലൈക്ക് 354 നമ്മൾ ഗോവയിൽ എത്തുക. അന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യും. 24-ാം തീയതിയാണ് നമ്മൾ മോട്ടോവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ വെൽ ആയിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നത്. 24th നമ്മൾ മോട്ടോവേഴ്സിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സാധാരണ കണ്ടുവരുന്ന ഫുൾ ടൈം ആയിട്ടുള്ള DJ ഉണ്ടായിരിക്കും. ഒരുപാട് പ്രോഗ്രാംസ് ഇൻ ദ സെൻസ് നമുക്ക് തഗ് ഓഫ് വാർ ഉണ്ടായിരിക്കും, ആം റെസ്ലിംഗ് ഉണ്ടായിരിക്കും, സ്ലോ റേസ് ഉണ്ടായിരിക്കും, ട്രാക്ക് റേസ് ഉണ്ടായിരിക്കും, ടാങ്ക് പെയിൻറ്റിങ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ വാഹനം എടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്ന് ടീമുകളായി തിരിച്ച് വാഹനം എടുത്തുകൊണ്ട് അടുത്തൊരു പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു പരിപാടി. അതുപോലെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റാണ് അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളവർ. ഇതിന് പുറമെ അവിടെ സർപ്രൈസ് ലോഞ്ചസ് ഉണ്ടായിരിക്കും, പുതിയ വാഹനങ്ങളുടെ സർപ്രൈസ് ലോഞ്ചസ്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. പ്ലസ് അതവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റിൻ്റെ ഒരു ജാമിങ് അപ്പാണ്. വൈബേ വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ വരുന്ന 24, 25, 26 3 ദിവസം നിങ്ങളുടെ ലൈഫിൽ നിന്ന് സ്പെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലങ്ങളോളം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒരുപാട് മെമ്മറീസ് അവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ കാണില്ലേ. ഇനി മോട്ടോവേഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ കോസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 3000 രൂപയാണ് ആസ് ഓൺ ഡേറ്റ് 22 ഓഗസ്റ്റിലെ കോസ്റ്റ് വരുന്നത്. ഇത് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന നവംബർ ഈ പ്രോഗ്രാമിനോട് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വേരി ചെയ്തിട്ട് അപ് ടു 10,000 rupees വരെ വരും. 10,000 രൂപ വരെ ഇതിൻ്റെ കോസ്റ്റ് വരും. ടാക്സ് ബൈക്സിൽ ഈ പ്രോഗ്രാം നമ്മൾ 2 പാക്കേജാണ് കൊടുക്കുന്നത്. രണ്ടിലും രജിസ്ട്രേഷൻ കോസ്റ്റ് എക്സ്ട്രാ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എമൗണ്ട് വേരി ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പാക്കേജ് എന്ന് പറയുന്നത് 5,500 rupees ആണ്. അതിന് നമ്മൾ 6 ഡേയ്സുള്ള അക്കോമഡേഷനാണ് ഇതിൻ്റെ ഉള്ളിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പാക്കേജ് എന്ന് പറയുന്നത് 14,500 rupees ആണ്. അതിൽ അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് പെട്രോൾ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിനുള്ള എക്സ്ക്ലൂഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മോട്ടോവേഴ്സിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് 24, 25, 26 തീയതികളിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഫുഡും ബെവറേജസിൻ്റെ കോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് പോവുക. ഇതിന് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കോസ്റ്റ് ക്യാഷ് ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു EMI ഫെസിലിറ്റി ആക്കിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്ത് ആൾക്കാരായിട്ട് ഒരുപാട് പേരായിട്ട് ഇൻട്രാക്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല മെമ്മറീസ് ഉണ്ടാകാൻ പറ്റുള്ളൂ. നമ്മളെ റോയൽ എൻഫീൽഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരു കാരണവശാലും മോട്ടോവേഴ്സ് പറഞ്ഞ ഈ ഒരു ഇൻ്റർനാഷണൽ പ്രോഗ്രാം ഒരു കാരണവശാലും മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും നമ്മുടെ ലൈഫിൽ നിന്ന് ആകെ 3 ദിവസമാണ് നമ്മളതിനു വേണ്ടി ചിലവാക്കുന്നത്. നമ്മളവിടെ വന്ന് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും നമ്മളായിട്ട് ഇതിനെക്കുറിച്ച് വാഹനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ഈ നമ്പറിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. അവിടെ വെച്ച് നമുക്ക് നേരിട്ട് എന്തായാലും കാണാം. 24, 25, 26 തീയതികളിലാണ് മോട്ടോവേഴ്സ് നടക്കുന്നത്. അതിനുശേഷം 27-ാം തീയതിയാണ് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരിക. അപ്പോൾ 350 കിലോമീറ്റേഴ്സ് നമ്മൾ ഉടുപ്പിയിലേക്ക് വന്നിട്ട് അവിടെ ഒരു സ്റ്റേ ഉണ്ടായിരിക്കും. അതിനുശേഷം 28-ാം തീയതി മോർണിംഗിൽ നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്യും, നെതർ 400 കിലോമീറ്റേഴ്സ്. അങ്ങനെയാണ് നമ്മൾ തിരിച്ചുള്ള റിട്ടേൺ
പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ പരിപാടിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡ്രസ്സും ലഗേജസും എടുക്കരുത്. വളരെ മിനിമലായിട്ടുള്ള എടുക്കുക. മിനിമലായിട്ട് നമ്മൾ വാഹനത്തിൽ ആ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ മൊത്തം ആ ഒരു റൈഡ് പ്ലാൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അതിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ താഴെ കാണുന്ന നമ്പർ വിളിക്കുക. നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നിങ്ങളൊരു വലിയ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വാഹനം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം വെച്ചാൽ യാത്ര പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ടോട്ടൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു കാര്യം കൂടി, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്താൽ ഈ റൈഡ് വളരെ മനോഹരമായിരിക്കും. നമ്മൾ റേസിങ്ങിനല്ല പോണേ. നിങ്ങൾക്ക് റേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മോട്ടോവേഴ്സിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഈ റൈഡ് നിങ്ങൾ മെമ്മറബിൾ ആക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക. നിങ്ങളുടെ ഐഡിയകൾ നമുക്ക് പറയാനായിട്ട് നമ്മുടെ അടിയിൽ കോമെൻറ്റ്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. ഇപ്പോൾ മോട്ടോവേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിപാടിക്ക് നേരിട്ട് വരിക. നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് നേരിട്ട് മീറ്റ് ചെയ്യാം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പറയുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന ആ ബെൽ ബട്ടൺ പതുക്കെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. ഇത്ര നേരം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫ്രാൻസിസ് ആണ്, ടാക്സ് ബൈക്സിൻ്റെ DP ആണ്. അപ്പോൾ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോകൾ കാണുന്ന കാരണം എനിക്കിത് ചെയ്യാനുള്ള ഒരു ആവേശമുണ്ട്. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരെ സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ഗുഡ് ബൈ.